പി.വി. അൻവർ എം.എൽ.എ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടുനിന്ന വാർത്താ സമ്മേളനത്തിലുടനീളം മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്ന നിലപാടും വാക്കുകളുമായിരുന്നു അൻവറിൻ്റേത്. പിടികൂടുന്ന സ്വർണത്തിന്റെ കണക്കുകൾ കോടതിയിലെത്തുന്നില്ല, പിടിച്ച സ്വർണത്തിന്റെ പകുതി പോലീസ് തട്ടുന്നു, എല്ലാത്തിനും ഉത്തരവാദിയായി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ്. പി ശശി കാട്ടുകളനാണ്, ശശിയാണ് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയെന്നും അൻവർ പറഞ്ഞു. CPM-ൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, അടിമത്തമാണ്, MP ഗോവിന്ദന് പോലും രക്ഷയില്ല, പ്രതിപക്ഷവും ഒന്നും ചെയ്യുന്നില്ല. ഈ രീതിയിലാണെങ്കിൽ പിണറായി അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകുമെന്ന് പി.വി. അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ അർഹതയില്ലെന്നും അൻവർ പറഞ്ഞു. ജനങ്ങൾ നൽകിയ MLA സ്ഥാനം രാജിവെക്കില്ലെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, മുഖ്യമന്ത്രി എന്ന സൂര്യൻ കെട്ടുപോയി, 100-ൽ നിന്ന് 0-ലേക്കാണ് ഗ്രാഫ് പോയത്. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് ഭരിക്കാനുള്ള അർഹതയില്ല, മാത്രമല്ല പാർട്ടിയിൽ അടിമത്താണോ? പക്ഷേ താൻ അങ്ങനെ അടിമയല്ല എന്നുള്ളതാണ് പി.വി. അൻവർ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നുള്ള ഒരു പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും MLA സ്ഥാനവും രാജിവെക്കില്ല, മാത്രമല്ല പാർലമെന്ററി പാർട്ടി അംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കിട്ടിയതൊന്നും വേണ്ട എന്ന് വെക്കില്ല എന്ന് തന്നെയാണ് അൻവർ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് അൻവർ വിശദമാക്കിയത്? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പി.വി. അൻവർ MLA പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ രീതിയിലാണ് ആചരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ഇതിന് പിന്നിൽ എന്ന് വരെ അദ്ദേഹം തുറന്നു പറഞ്ഞു. പല മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെയാണ് നടക്കുന്നത് എന്നത് വളരെ വ്യക്തമായി തന്നെ പി.വി. അൻവർ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിക്ക് ചുറ്റും നടക്കുന്നത് അത് പലതും മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെയാണ് നടക്കുന്നത് എന്നത് വളരെ വ്യക്തമായി തന്നെ പി.വി. അൻവർ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയോട് വളരെ അടുപ്പമുണ്ടായിരുന്നു, ഇപ്പോഴും അദ്ദേഹത്തെ ഒരു പിതാവിന്റെ സ്ഥാനത്താണ് കാണുന്നത്. പക്ഷേ പല മക്കളോടും പല രീതിയിലാണ് ആ പിതാവ് പെരുമാറുന്നത് എന്നത് മുഖ്യമന്ത്രിയെക്കുറിച്ച് അത്തരത്തിൽ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് അർഹതയില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. കാരണം പല പരാതികളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു, അത് അട്ടിമറിക്കപ്പെടുന്നു. ഇത് കൃത്യമായി മുഖ്യമന്ത്രിക്ക് അറിയാം. കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പി.വി. അൻവർ പറയുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പി.വി. അൻവർ MLA നിലവിൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം പൂർണ്ണമായും അദ്ദേഹം നിരാകരിച്ചു. താൻ MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് പി.വി. അൻവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. കാരണം MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു കാര്യമില്ല, കാരണം അത് പാർട്ടി നൽകിയതാണ്, ജനങ്ങൾ നൽകിയതാണ്. അതുകൊണ്ട് ആ സ്ഥാനം രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. നിലവിൽ പാർട്ടിക്ക് വിധേയമായി തന്നെയാണ് താൻ പോകുന്നത്. ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം അദ്ദേഹം നൽകിയിട്ടില്ല. വരുന്ന ഞായറാഴ്ച ഒരു പൊതുസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും നിലപാടുകൾ അടക്കം കൃത്യമായ പിന്നീടുള്ള വരുന്ന കാര്യങ്ങളിലുള്ള നിലപാടുകൾ അദ്ദേഹം പറയുക എന്നാണ് മനസ്സിലാക്കുന്നത്. അൻവർ പറഞ്ഞത് പാർട്ടി സംവിധാനത്തിലും സർക്കാരിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, പക്ഷേ പൊതുജനങ്ങളെ വിശ്വാസമുണ്ട്, സാധാരണ പാർട്ടി പ്രവർത്തകരിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ പൊതുസമ്മേളനം എന്നൊരു നിലപാടിലേക്ക് പോകുന്നത്. കാരണം ഈ പി.വി. അൻവർ പറയുന്നത് കാര്യങ്ങൾ എല്ലാം തന്നെയും ഈ CPM-നെയും സർക്കാരിനെയും പ്രതികൂട്ടിലാക്കുന്നുണ്ട്. അതിൽ നിന്ന് പിന്തിരിയണം എന്നുള്ള ഒരു പരസ്യമായ അഭ്യർത്ഥന വന്നിരുന്നല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടേതായി. പക്ഷേ ഇനി ഒരു പൊതുസമ്മേളനം എന്ന് പറയുമ്പോൾ പി.വി. അൻവർ എന്താണ് ലക്ഷ്യം വെക്കുന്നത്, എന്താണ് ഉദ്ദേശിച്ചത്? അതായത് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു പൊതുസമ്മേളനം എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് മുൻപിൽ പറയുക, താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, താൻ എന്താണോ ഉന്നയിക്കാൻ ശ്രമിച്ചത്, തൻ്റെ പരാതികൾ എന്താണോ അത് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുക എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളോട് പറയും. കാരണം ഇതുവരെ പാർട്ടിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പരാതികളെല്ലാം നൽകിയപ്പോൾ ആ പരാതികളിൽ ഒന്നും തന്നെ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. ആ പരാതികൾ അങ്ങനെ ഇല്ലാതാവുകയായിരുന്നു. പരാതികളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കും എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ പിന്നീട് ആ അന്വേഷണം വിജിലൻസിനാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് 6 മാസം സമയം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം കാര്യങ്ങൾ വ്യക്തമാണ്. ആ അന്വേഷണത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാണ്. ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് കൂടെയുള്ള ആളുകളെ ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന പി ശശിയും അതോടൊപ്പം തന്നെ ADGP അടക്കമുള്ള ആളുകളെ, അനധികൃതമായി പ്രവർത്തിക്കുന്ന ആളുകളെ മുഖ്യമന്ത്രി ഇപ്പോഴും തുടർന്ന് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവരെ
അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയും അതോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഉപചാപക വൃന്ദങ്ങളും സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടിയെ കൂച്ചുവിലങ്ങ് ഇടുന്ന തരത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം. ഒരു പറ്റം നേതാക്കൾ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. സഖാക്കൾക്ക് പലപ്പോഴും നിസ്സഹായരായി ഇരിക്കേണ്ടി വരുന്നു. പ്രധാനപ്പെട്ട വളരെ നല്ല നേതാക്കൾ CPM-ന് അകത്തുണ്ട്. പക്ഷേ അവർക്ക് കാലിൽ വിലങ്ങ് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല. അത്തരത്തിൽ ഒരു വിലങ്ങ് ഇട്ട ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. നിലവിൽ എന്തായാലും പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ നിലവിൽ പാർട്ടിയിൽ ഒരു അംഗമല്ല, താൻ ഒരു കാവൽക്കാരൻ മാത്രമാണ്. ഇനി ഈ പാർട്ടി തന്നെ പുറത്താക്കുകയാണെങ്കിൽ നിലവിൽ കാവൽക്കാരനായ ഞാൻ റോഡിലേക്ക് ഇറങ്ങും, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ല. എനിക്ക് ആരെയും ഭയമില്ല, ദൈവത്തെ മാത്രമാണ് എനിക്ക് ഭയം. അതുകൊണ്ട് എനിക്ക് എല്ലാം തുറന്നു പറയാം, അതിൽ ഒരു മടിയുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇനിയും താൻ ഇത്തരത്തിലുള്ള പോരാട്ടം തുടരും എന്നും അൻവർ വ്യക്തമാക്കുന്നു. പക്ഷേ MLA സ്ഥാനം രാജിവെക്കുകയോ പാർലമെന്ററി സമിതി സ്ഥാനം രാജിവെക്കുകയോ ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇനിയും അവരോടൊപ്പം തന്നെ പ്രവർത്തിക്കും, അവർ മുന്നിലിരിക്കട്ടെ, താൻ പിന്നിലിരുന്ന് പ്രവർത്തിച്ചോളാം എന്ന് പറയുന്നു. ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായാണ് അദ്ദേഹം ഇത് പറയുന്നത്. എന്തായാലും PV അൻവറിന്റെ പോരാട്ടം ഇപ്പോഴും തുടരുക തന്നെയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയിലാക്കി തന്നെയായിരുന്നു ഇന്നത്തെ പത്രസമ്മേളനം. ഏകദേശം 2 മണിക്കൂറോളം നീണ്ട പത്രസമ്മേളനമാണ് നടത്തിയത്. അത് ഏറ്റവും പ്രധാനമായി പറഞ്ഞ കാര്യം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള നിരവധി ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള അർഹത പോലും. ശിവദാസ്, എന്തായാലും പാർട്ടി ഇടതുപക്ഷത്ത് നിന്ന് പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്, CPM-ൽ നിന്ന് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. വിജയരാഘവനും ഇപ്പോൾ വീണ്ടും PV അൻവർ MLA-യുടെ വാക്കുകളെക്കുറിച്ച് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. എന്തായാലും ശിവദാസ് പറഞ്ഞു വന്നത് തുടർന്നോളൂ. ലക്ഷ്മി, ഇപ്പോൾ വിജയരാഘവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ വളരെ വലിയ എതിർപ്പാണ് PV അൻവറിന്റെ ഈ നിലപാടുകളോട് ഉള്ളത്, ഈ പ്രതികരണങ്ങളോട് ഉള്ളത്. പലതവണ പാർട്ടി താക്കീത് നൽകി. ആദ്യം വ്യക്തിപരമായി തന്നെ താക്കീത് നൽകിയിരുന്നു, പിന്നീട് പരസ്യ താക്കീതുകൾ നൽകി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് ഇതിൽ വലിയ വിമർശനം ഉന്നയിച്ചു. അതിനുശേഷം അവർ വാർത്താക്കുറിപ്പ് ഇറക്കി. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനം നടത്തി. അൻവറിന്റെ പരാമർശങ്ങളെ പൂർണ്ണമായും പാടെ തള്ളുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ വാർത്താ സമ്മേളനത്തിൽ എല്ലാം തന്നെ. പക്ഷേ പിന്നീടും PV അൻവർ അത് തുടരുകയായിരുന്നു. ഇന്നും അത്തരത്തിൽ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ പാർട്ടിക്കെതിരെയും അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. പ്രധാനമായും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അദ്ദേഹം പറഞ്ഞു. നിലവിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഈ മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിലെല്ലാം തന്നെ. ഈ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് നേരത്തെ അറിയാം, പക്ഷേ മുഖ്യമന്ത്രി കൃത്യമായി ഇടപെടുന്നില്ല. തുടക്കത്തിൽ തനിക്ക് മുഖ്യമന്ത്രിയിൽ വലിയ വിശ്വാസമായിരുന്നു, കാരണം തനിക്ക് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നതെന്ന് അൻവർ പറഞ്ഞു.